പെരുമ്പാവൂർ കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ കീഴിലുള്ള ഫിസിയോതെറാപ്പി കേന്ദ്രം വാർഷികം ആഘോഷിച്ചു. ഹോം കെയർ പ്രവർത്തനങ്ങളുടെ സപ്പോർട്ടിംഗ് കൗൺസിലിലേക്കുള്ള അംഗത്വ വിതരണത്തിനും തുടക്കമായി. ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. നൂറുകണക്കിന് കിടപ്പ് രോഗികൾക്ക് സാന്ത്വനവും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ ശ്രദ്ധേയ സാന്നിധ്യവുമാണ് കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് എറണാകുളം ജില്ലാ സൊസൈറ്റി. ഈ സൊസൈറ്റിയുടെ കീഴിൽ പെരുമ്പാവൂരിൽ തികച്ചും സൗജന്യമായി പ്രവർത്തിക്കുന്ന ഫിസിയോതെറാപ്പി കേന്ദ്രം വാർഷികം ആഘോഷിച്ചു. കുറുപ്പമ്പടി സർവീസ് സഹകരണ ബാങ്കിന്റെ പെരുമ്പാവൂർ ബ്രാഞ്ച് ഓഫീസ് ഹാളിൽ നടന്ന ആഘോഷ പരിപാടികൾ കനിവ് ജില്ലാ ഡയറക്ടർ ഡോക്ടർ ജോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കാരണം ഞാൻ സന്തോഷം എന്ന് പറയാൻ എന്തുകൊണ്ടാണ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടാണ് എപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷപ്രദമെന്ന് പറയാൻ 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, എന്താണ് കേരളത്തിലെ പാലിയേറ്റീവ് പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്, എന്താണ് അതിൻ്റെ വ്യത്യസ്തത എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക. ലോകത്ത് ഏകദേശം 15% ആളുകൾക്ക് മാത്രമാണ് പാലിയേറ്റീവ് സേവനങ്ങൾ ലഭ്യമാകുന്നത്. ലോകത്ത് 15-20%. ഇന്ത്യയിൽ വെറും 2% ആളുകൾക്കാണ് പാലിയേറ്റീവ് സേവനങ്ങൾ ലഭ്യമായിരിക്കുന്നത്. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 70% ആളുകൾക്ക് ഇന്ന് പാലിയേറ്റീവ് സേവനങ്ങൾ ലഭ്യമാണ്. നമ്മുടെ കഴിഞ്ഞ വർഷം സർക്കാർ 2024 പുതിയ പാലിയേറ്റീവ് നയം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള പാലിയേറ്റീവ് കെയർ ഗ്രിഡ് ആരംഭിച്ചപ്പോഴത്തേക്ക് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് 100% ആളുകൾക്കും ലഭ്യമാക്കുക എന്നുള്ളതാണ്. ഒരു ലാൻസെറ്റ്, ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജേണലാണ് ലാൻസെറ്റ് എന്ന് പറയുന്നത്. അമേരിക്കയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ലാൻസെറ്റ് എന്നൊരു ലേഖനമുണ്ട്. ആ ജേണലിൽ 2022 മരണത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷൻ വെച്ചു. ലാൻസെറ്റ് കമ്മീഷൻ ഓൺ ദ വാല്യൂ ഓഫ് ഡെത്ത്, മരണത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് പഠിക്കുവാനായിട്ട്. അതിനകത്ത് ഒരു സെക്ഷനിൽ എന്താണ് ഉത്തമമായ മരണം എന്താണെന്ന് അത് ഡിഫൈൻ ചെയ്യുകയും ലോകത്തെ പാലിയേറ്റീവ് പ്രവർത്തകർ ഏറ്റവും പ്രധാനപ്പെട്ട ഏകദേശം 50ഓളം പാലിയേറ്റീവ് പ്രവർത്തകരാണ് ആ കമ്മീഷനിൽ അംഗമായിരുന്നത്. അതിനകത്ത് ഉത്തമമായ മരണത്തെക്കുറിച്ച് കമ്മീഷൻ പറയുന്നത് ഉത്തമമായ മരണം എന്ന് പറയുന്നത് ഒരു ഉട്ടോപ്പിയായി അവശേഷിക്കുന്നു. ഉട്ടോപ്പിയ നമുക്ക് തന്നെ അറിയാം, പ്രാപ്തമാകാത്തത്, ലഭ്യമാകാത്തത്, ഒരിക്കൽ പോലും നടക്കാൻ പറ്റാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് ഉട്ടോപ്പിയ എന്ന് പറയുന്നത്. അതിനുശേഷം ആ കമ്മീഷന് 10-30 പേജുള്ള ആ കമ്മീഷനിലെ ഒരു സ്ഥലത്ത് പറയുകയാണ്, എന്നാൽ നിങ്ങൾക്ക് ഈ ഉട്ടോപ്പിയോട് ചേർന്ന് നിൽക്കുന്ന നല്ല മരണം ലഭിക്കുന്ന ഒരു സ്ഥലമുണ്ട് ലോകത്ത്. ആ സ്ഥലത്തിൻ്റെ പേരാണ് കേരളം എന്ന് പറയുന്നത്. സെക്രട്ടറി PM സലീം ആമുഖ പ്രഭാഷണം നടത്തി. ഹോം കെയർ പ്രവർത്തനങ്ങളുടെ സപ്പോർട്ടിംഗ് കൗൺസിലിലേക്കുള്ള അംഗത്വ വിതരണം കനിവ് ജില്ലാ പ്രസിഡന്റ് S സതീഷ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവരുടെയും അനുവാദത്തോടെ ആദ്യം തന്നെ പെരുമ്പാവൂരിലെ ഫിസിയോതെറാപ്പി സെൻ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സപ്പോർട്ടിംഗ് കൗൺസിലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തിയതായി അറിയിക്കുന്നു. കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായി നമ്മുടെ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംരംഭമാണ് എന്നുള്ളത് നിങ്ങൾക്ക് എവർക്കും അറിയാം. പ്രധാനമായും നമ്മൾ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഫിസിയോതെറാപ്പി സെൻ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇപ്പോൾ 24 ഫിസിയോതെറാപ്പി സെൻ്ററാണ് നമ്മുടെ ജില്ലയിലുള്ളത്. ആയിരക്കണക്കിന് രോഗികൾ അതിൻ്റെ സേവനം വിനിയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫിസിയോതെറാപ്പി സെൻ്ററിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു, ഒരു മാസം 1000-നടുക്കെ രോഗികൾ നമ്മുടെ കേന്ദ്രത്തിൻ്റെ സേവനം ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങളാണ് മഹാഭൂരിപക്ഷവും. 24-ൽ മഹാഭൂരിപക്ഷവും ഈ നിലയിൽ ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങളാണ്. ആ ഫിസിയോതെറാപ്പി സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോടൊപ്പം തന്നെ ഹോം കെയർ പ്രവർത്തനങ്ങളിലേക്ക് വിപുലമായി പോകണം എന്നാണിപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. ആ നിലയിൽ ആലോചിക്കുന്നതിന് മുമ്പേ തന്നെ ഹോം കെയർ പ്രവർത്തനം ആരംഭിച്ച ഒരു കേന്ദ്രമാണ് പെരുമ്പാവൂർ എന്നുള്ളത്. ഇപ്പോഴാണ് നമ്മുടെ ജില്ലയിൽ അത് വിപുലമാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രാഥമികമായ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ കടന്നിട്ടേ ഉള്ളൂ.
എന്നാൽ ജില്ലയിലെ കുറേയേറെ കേന്ദ്രങ്ങളിൽ ഹോം കെയർ പ്രവർത്തനങ്ങൾ നല്ല രൂപത്തിൽ നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ 100-200ഓളം രോഗികളെ കാണാൻ കഴിയത്തക്ക വിധത്തേക്കുള്ളൊരു പ്രവർത്തനം നിലവിൽ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പെരുമ്പാവൂർ കനിവ് പാലിയേറ്റീവ് ഡയറക്ടർ അഡ്വക്കേറ്റ് പുഷ്പദാസ്, കനിവ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി MP ഉദയൻ, കനിവ് പെരുമ്പാവൂർ ഡയറക്ടർ CM അബ്ദുൽ കരീം, മുൻ MLA സാജു പോൾ, കനിവ് ഡയറക്ടർ ബോർഡ് ട്രഷറർ ഡോക്ടർ S വിനീത്, ജില്ലാ കമ്മിറ്റി അംഗം മോളി സണ്ണി, കുറുപ്പമ്പടി SCB പ്രസിഡന്റ് ഉഷാദേവി ജയകൃഷ്ണൻ, കനിവ് സൊസൈറ്റി ഡയറക്ടർമാരായ കുര്യൻ ജോർജ്, PP ശ്രീകുമാർ, ഏരിയ കമ്മിറ്റി അംഗം ഷിബു V മാണി എന്നിവരടക്കം രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഇന്ന് നമ്മൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് എറണാകുളം ജില്ലാ സൊസൈറ്റിയുടെ കീഴിൽ 2020 ഈ പെരുമ്പാവൂരിൽ ഫിസിയോതെറാപ്പി കേന്ദ്രം നമ്മൾ പ്രവർത്തനം ആരംഭിച്ചത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ജില്ലയ്ക്കകത്ത് ഏറ്റവും ആദ്യമായി തുടങ്ങിയ ഫിസിയോതെറാപ്പി കേന്ദ്രങ്ങളിൽ ഒന്നാണ് പെരുമ്പാവൂരിൽ. അതിനുശേഷം നമ്മൾ ഹോം കെയർ പ്രവർത്തനങ്ങൾ കൂടി കനിവ് പാലിയേറ്റീവിൻ്റെ പെരുമ്പാവൂർ ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ ആരംഭിക്കുകയും ഇന്ന് സാമാന്യം നല്ല നിലയിൽ ഈ 2 സംരംഭങ്ങളും പെരുമ്പാവൂരിലെ 8 ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും അടങ്ങുന്ന പെരുമ്പാവൂർ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കനിവ് സൊസൈറ്റിയുടെ കീഴിലുള്ള ഫിസിയോതെറാപ്പി കേന്ദ്രം അതിൻ്റെ 6ാം വാർഷികം കൂടിയാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ ഇപ്പോൾ ഇവിടെ ആഘോഷിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ മിനിഞ്ഞാന്ന് കനിവ് പാലിയേറ്റീവിൻ്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സഖാവ് S സതീഷ് 24ാമത്തെ ഫിസിയോതെറാപ്പി കേന്ദ്രം എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്തു. എനിക്ക് തോന്നുന്നു നമ്മുടെ രാജ്യത്ത് തന്നെ ഇത്രയേറെ ഫിസിയോതെറാപ്പി കേന്ദ്രങ്ങൾ സൗജന്യമായി ഒരു സംഘടനയുടെ കീഴിൽ, അത് എറണാകുളത്ത് നമ്മൾ രൂപീകരിച്ചിട്ടുള്ള ഈ കനിവ് പാലിയേറ്റീവിൻ്റെ മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമാണെന്നാണ് തോന്നുന്നത്. ഹോം കെയർ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പ്രതിമാസം നിശ്ചിത തുക സംഭാവന നൽകുന്ന അംഗങ്ങൾ അടങ്ങുന്നതാണ് സപ്പോർട്ടിംഗ് കൗൺസിൽ. 1000 പേരെയാണ് ആദ്യഘട്ടത്തിൽ അംഗങ്ങളാക്കുക. ഇതുവഴി കനിവിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കി മുന്നോട്ടു പോകാൻ കഴിയുമെന്ന് ബന്ധപ്പെട്ടവർ പ്രത്യാശ പ്രകടിപ്പിച്ചു. യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കനിവിൻ്റെ എറണാകുളം ജില്ലാ ഘടകം. 24ാമത് ഫിസിയോതെറാപ്പി സെൻ്ററാണ് കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബൃഹത്തായ സൗജന്യ ചികിത്സാ സേവന പദ്ധതിയുടെ അവാർഡ് നൽകി ബഹുമാനിച്ചതും കനിവ് എന്ന ഈ പ്രസ്ഥാനത്തെയാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പ്രവർത്തകരായിട്ടുള്ള നിരവധി വോളണ്ടിയർമാർ നമ്മുടെ ജില്ലയിലുണ്ട്. ആരോഗ്യ രംഗത്ത് പുതുതായി വരുന്ന ഓരോ പ്രവണതയും ശ്രദ്ധിക്കുന്നവർ എന്ന നിലയിൽ, ആരോഗ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ എന്ന നിലയിലാണ് ഒത്തിരി പേർ ഇന്ന് ഈ സദസ്സിൽ നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ളത്. ആരോഗ്യ പ്രവർത്തകരായി മാറാൻ തയ്യാറായിട്ടുള്ള വളണ്ടിയേഴ്സ് ഉണ്ട്. അതോടൊപ്പം ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ സർവാത്മന സഹകരിച്ച് നിൽക്കുന്ന ഒത്തിരി അഭ്യുദയകാംക്ഷികളുമുണ്ട്. അവരുടെ ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഈ ഫിസിയോതെറാപ്പി സെൻ്ററിൻ്റെ വാർഷികം നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.